Hi dear students, plus 1 മാത്തമാറ്റിക്സിലെ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന ചാപ്റ്ററിലെ ഏതാനും മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1, കൺസിഡർ ദി പോയിൻറ്റ്സ് എ 1 a 2 minus 4 b 3 minus 3 റൈറ്റ് ദി സ്ലോപ്പ് ഓഫ് എ ബി എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്ലോപ്പ് ഓഫ് എ ബി ആണ്. ഇപ്പോൾ സ്ലോപ്പ് ഓഫ് എ ബിയുടെ ആൻസർ നമുക്കറിയാം y2 minus y1 അല്ലേ, -3 minus 4 divided by x2 minus x1 3 minus 2. So the answer is 1 divided by 1 is equal to 1 is the right answer. Second question, write the angle between AB and x-axis. അതായത് മുകളിൽ തന്നിരിക്കുന്ന എ ബി എന്ന് പറയുന്ന ലൈനും എക്സ് ആക്സിസ് നമ്മൾ ആംഗിൾ അതിൻ്റെ സ്ലോപ്പാണല്ലോ 1. അപ്പോൾ ടാൻ തീറ്റയാണ് ശരിക്കും അവിടെ 1, ടാൻ തീറ്റ ആണ് 1. അപ്പോൾ തീറ്റ സിക്കൽ ടു 45 ഡിഗ്രി എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ π/4. ഓക്കെ, നമ്പർ സി, if AB parallel to kx minus 4y plus 1 is equal to 0, find the value of k. അപ്പോൾ ഈ സി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ലൈൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് a/b നമുക്കറിയാം. നെഗറ്റീവ് a/b എന്ന് പറയുമ്പോൾ നെഗറ്റീവ് k ഡിവൈഡ് ബൈ b എന്ന് പറയുമ്പോൾ -4. ഓക്കെ, നെഗറ്റീവ് a/b ഇതാണ് സ്ലോപ്പ് ഓഫ് എ ബി പാരലൽ ടു ദിസ് ലൈൻ ആയതുകൊണ്ട് എ ബിയുടെ സ്ലോപ്പും ഇതിൻ്റെ ലൈൻ സ്ലോപ്പും സെയിം ആണല്ലോ. അപ്പോൾ ഇയാളുടെ സ്ലോപ്പ് നെഗറ്റീവ് a/b എന്ന് പറയുമ്പോൾ -k/4 ഈക്വൽ ടു 1 ആണ്, കാരണം സ്ലോപ്പ് ഓഫ് എ ബി 1 ആണ്. ഇംപ്ലൈസ് k/4 ഇസ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് k ഈക്വൽ ടു 4. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ കൺസിഡർ ദി പോയിൻറ്റ് എ -3 -5 ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ എൻ പാരലൽ ടു എക്സ് ആക്സിസ് അല്ലേ. എക്സ് ആക്സിന് പാരലായ ലൈൻ എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് അല്ലേ നമ്മൾ പഠിച്ചത്, y ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്. ഇവിടെ y ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ y ഈക്വൽ ടു -5 ആണ് ആൻസർ, അല്ലെങ്കിൽ y + 5 ഈക്വൽ ടു 0. വെരി സിമ്പിളാണ്, ഒരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ട, പാരലൽ ലൈനാണല്ലോ. എക്സ് ആക്സിന് പാരലൽ എന്ന് പറയുമ്പോൾ ലൈൻ ഇത് ഇങ്ങനെ ഉണ്ടാവുക, എക്സ് ആക്സിന് പാരലായ ലൈൻ. ഓക്കെ, -3 -5 പാസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതാണ് ഇവിടെ -3 -5 എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിൻറ്റ്, -3 -5. അപ്പോൾ y ഈക്വൽ ടു -5 ആണ് ആൻസർ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ ബി ചെയ്യുമ്പോൾ ഇവിടെ പോയിൻ്റ് തന്നിട്ടുണ്ട്. പോയിൻ്റായിട്ട് നമ്മൾ -3 -5 സെലക്ട് ചെയ്യുന്നു. സ്ലോപ്പായിട്ട് -3/2, സ്ലോപ്പായിട്ട് -3/2 ആണ്. സോ ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് വാട്ട്? ഇക്വേഷൻ ഈസ് y minus y1 is equal to m into x minus x1 ആണ് നമ്മുടെ ഇക്വേഷൻ. ദാറ്റ് ഈസ് y minus -5 is equal to -3/2 into x minus x1. x minus x1 is -3. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2y plus 10 is equal to -3x minus 9. വൺ സൈഡിലേക്ക് മാറ്റിയാൽ 3x plus 2y plus 19 is equal to 0 എന്ന ആൻസർ ലഭിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ കൺസിഡർ ദി പോയിൻറ്റ്സ് റൈറ്റ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ എ ബി എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം എ ബിയുടെ സ്ലോപ്പ് എഴുതുന്നു. സ്ലോപ്പ് ഓഫ് എ ബി എന്താണ്? സ്ലോപ്പ് y2 minus y1 എന്ന് പറയുമ്പോൾ 0 - 4 ഡിവൈഡ് ബൈ 2 -1. ഓക്കെ, ദാറ്റ് ഈസ് -4/3 ആണ് സ്ലോപ്പ്. നമ്മൾ പോയിൻ്റ് ആക്കിയിട്ട് ഫസ്റ്റ് ആളെ പോയിൻ്റ് ആക്കി എടുക്കുന്നു. ഏതാണ്? -1 4. therefore ഇക്വേഷൻ ഈസ് വാട്ട്? y minus y1 is equal to m into x minus x1 എന്ന് പറയുമ്പോൾ +1 ആണ്. സോ 3y minus 12 is equal to -4x - 4 ആണ്. വൺ സൈഡാക്കി മാറ്റിയാൽ 4x plus 3y minus -12 plus 4 വരിക, -8 is equal to 0 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ബിയിലേക്ക് പോകുമ്പോൾ റൈറ്റ് ദി എക്സ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് ഓഫ് എബവ് ലൈൻ എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ ലൈൻ്റെ ഇക്വേഷൻ ഇതാ 4x plus 3y ഈക്വൽ ടു 8 എന്നാണ്. നമ്മൾ ബൈ 8 എല്ലാ ടേമും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 3y/8 is equal to 1. അപ്പോൾ x/2 plus y/8/3 ഈക്വൽ ടു 1. അപ്പോൾ എക്സ് ഇൻ്റർസെപ്റ്റിൻ്റെ ആൻസർ 2, y ഇൻ്റർസെപ്റ്റിൻ്റെ ആൻസർ 8/3 എന്ന് കിട്ടും.
നെഗറ്റീവ് സി ബൈ എ നെഗറ്റീവ് സി ബൈ ബി ഉപയോഗിച്ചാൽ ആൻസർ കിട്ടും. അപ്പം 8/4 എന്നും 8/3 എന്നും ആൻസർ കിട്ടും. ഇതാണ് 8/4, ഇതാണ് 8/3. ഓക്കെ, ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയിട്ടും ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ചോയ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1, -1 ആൻഡ് ദി ലൈൻ. അപ്പോൾ ഡിസ്റ്റൻസ് കാണാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b² എന്നാണ് ഫോർമുല. ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 × 1 3 ആണ്, -4 × -1 -4 × -1 എന്നാണ്, 4 × -1 പിന്നെ -5 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b², 3² പ്ലസ് 4² എന്നാണ് വരിക. വേണമെങ്കിൽ മോഡുലസ് എഴുതാം. മോഡുലസിൻ്റെ റോള് പോസിറ്റീവ് ആക്കലാണ്. അപ്പം 3 + 4 - 5 ഡിവൈഡ് ബൈ ഇവിടെ 5 എന്ന ആൻസർ ഉണ്ടാവും. അപ്പോൾ ആൻസർ 7 - 2/5 എന്നായിരിക്കും ആൻസർ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇതാണ് ഡിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല. അത് ജസ്റ്റ് ഉപയോഗിച്ചതാണ്. ഇനി 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു ഫിഗർ തന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ഫിഗറിൽ ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതെന്താണ്? 2x + y -4 = 0 അല്ലേ? -4 = 0 ആണ്. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ലൈൻ ത്രൂ ദി മിഡ് പോയിൻ്റ് ഓഫ് എ ബി ആൻഡ് ഒറിജിൻ എന്നാണ്. ഈ എ ബിയുടെ മിഡ് പോയിൻറ്റിലൂടെ പോകുന്ന, ഇതാണ് മിഡ് പോയിൻറ്റിലൂടെയും ഒറിജിനിലൂടെയും പോകുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മിഡ് പോയിൻ്റ് കാണാൻ നമുക്കറിയാം എയുടെ കോർഡിനേറ്റ് കിട്ടണം, ബിയുടെ കോർഡിനേറ്റ് കിട്ടണം. എയുടെ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഇൻ്റർസെപ്റ്റ് എഴുതാം. ഇവിടെ എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ c/a അല്ലേ? എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നെഗറ്റീവ് c/a ആണ് എന്ന് പറഞ്ഞാൽ 4/2 ആണ്, 2 ആണ്. y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് c/b ആണ്, അതായത് 4/1 = 4 ആണ്. അതുകൊണ്ട് എയുടെ കോർഡിനേറ്റ് കിട്ടി. a = 2 0, b = 0 4. കണ്ടോ, ഇത് 2 0 ആണ്, ഇത് 0 4 ആണ്. അപ്പോൾ മിഡ് പോയിൻ്റ് കിട്ടുമല്ലോ. ദെർഫോർ മിഡ് പോയിൻ്റ് ഓഫ് എ ബി നമുക്കറിയാം. ഫസ്റ്റ് + ഫസ്റ്റ്/2 2/2 എന്ന് പറഞ്ഞാൽ 1, 0 + 4 4/2 = 2. അപ്പോൾ മിഡ് പോയിൻ്റ് ഓഫ് എ ബി റെഡിയായി. ഇനി മിഡ് പോയിൻ്റ് ഓഫ് എ ബിയിലൂടെ അതായത് 1 2 പാസ് ചെയ്യുന്ന, ഒറിജിനിലൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ ഇക്വേഷനാണ് ചോദ്യം. അപ്പോൾ നമുക്ക് വെറുതെ നോക്കാം. ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒറിജിനാണ്, മറ്റേ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 1 2 ആണ്. ഇതിൻ്റെ സ്ലോപ്പ് നമുക്കറിയാലോ. സ്ലോപ്പ് എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ 2 - 0/2 ആണ് അല്ലേ? y2 - y1 x2 - x. അപ്പോൾ 2 ആണ് സ്ലോപ്പ്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ലൈൻ എന്താ? ഒറിജിനിലൂടെ പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y = mx എന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് y = 2x ആണ് ഇതിൻ്റെ ആൻസർ. y = 2x അല്ലെങ്കിൽ 2x - y = 0 അങ്ങനെയൊക്കെ എഴുതാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ y - y1 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അങ്ങനെയും ചെയ്യാം കേട്ടോ. y - 0 = 2 × x - 0 അങ്ങനെ ചെയ്യാം. y = mx എന്ന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഒരാൾ y - y1 y - 0 = 2 × m × x - 0 അങ്ങനെ എഴുതിയാലും സെയിം ആൻസറാണ് വരിക. y = 2x എന്നുള്ള ആൻസർ ലഭിക്കും. ഇതാണ് നമുക്ക് y - y1 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്യാം. അതല്ല y = mx ഉപയോഗിച്ച് ചെയ്താലും എങ്ങനെയായാലും ആൻസർ ഇതാ, y = 2x ആയിരിക്കും, അല്ലെങ്കിൽ 2x - y = 0. അപ്പോൾ ഒരുപാട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ഇനി ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ബി ആൻഡ് ദി ലൈൻ 4x + 2y + 1 = 0. അപ്പോൾ രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് നോക്കാം. ഡിലീറ്റ് ആക്കട്ടെ ഞാനിത് ഡിലീറ്റ് ആക്കിയിട്ട് ഇവിടെ എഴുതാനുള്ള ശ്രമമാണ്. ഓക്കെ, അപ്പോൾ ഒരു ലൈൻ ഏതാണ്? ഒരു ലൈൻ എന്ന് പറയുന്നത് ഇതാ 2x + y - 4 = 0 ആണ് ഒരു ലൈൻ. രണ്ടാമത്തെ ലൈൻ ഇത് അവിടെ തന്നിട്ടുണ്ട്, 4x + 2y + 1 = 0. ഇതാണ് പാരലൽ ലൈൻസ് ആണല്ലോ. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് ഡിസ്റ്റൻസ് കാണാനൊരു ഫോർമുല ഉണ്ട്, c1 - c2 √a² + b². ഇവിടെ c1 എന്ന് പറഞ്ഞാൽ -4 ആണ്, c2 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഡിസ്റ്റൻസ് ഈസ് വാട്ട്? ഡിസ്റ്റൻസ് = മോഡുലസ് ഓഫ് c1 - c2 ഡിവൈഡ് ബൈ √a² + b². വേറെ ചെറിയൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. രണ്ട് ലൈൻസും നമ്മൾ ഒരേ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ആക്കണം. അപ്പോൾ നമുക്ക് നോക്കാം.
ഇതാണ് രണ്ട് ലൈൻസ്. അപ്പോൾ നമുക്ക് C1 ഉം C2 എഴുതണമെങ്കിൽ ആദ്യം നമുക്ക് ഇയാളെ 2 കൊണ്ട് ഗുണിക്കും കേട്ടോ. ഈ ഫസ്റ്റ് ലൈന് 2 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ 4x + 2y - 8 = 0. നമുക്കിനി ഈ രണ്ട് ലൈൻസ് നോക്കിയാൽ മതി. ഇപ്പോൾ കോഎഫിഷ്യൻസ് ഒരേപോലെ വന്നിട്ടുണ്ട്, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ C1 എന്ന് പറഞ്ഞാൽ 1 ആണ്, C2 എന്ന് പറഞ്ഞാൽ -8 ആണ്. ദെർഫോർ D എന്ന് പറഞ്ഞാൽ C1 - C2 മോഡുലസ് ഡിവൈഡ് ബൈ √A² + B² ആണ്. ദാറ്റ് ഈസ് C1 എന്ന് പറഞ്ഞാൽ 1 - -8 1 + 8 ആണ് ഡിവൈഡ് ബൈ √A² + B². ഇതാണ് A, ഇതാണ് B. അപ്പം 16 + 4 എന്നാണ് വരിക. അതായത് 9 ഡിവൈഡ് ബൈ √20 എന്നാണ് ആൻസർ. 9 ഡിവൈഡ് ബൈ √20. C1 - C2 ഡിവൈഡ് ബൈ. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഇവിടെ കോഎഫിഷ്യൻസ് ഒരേപോലെ അല്ലെങ്കിൽ ഒരേപോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നാമത്തെ ലൈനിനെ 2 കൊണ്ട് ഗുണിച്ചിട്ടുണ്ട് കേട്ടോ. അതാ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇൻറ്റു 2 ആണ് ചെയ്തത്. അപ്പോൾ 4 ആയി, ഇത് 2 ആയി, ഇത് 8 ആയി. ഇപ്പോൾ കോഎഫിഷ്യൻസ് ഒരേപോലെ വന്നിട്ടുണ്ട്, പാരലൽ ലൈൻസ് ആണ്. അന്നേരം ഇവിടെയുള്ള കോൺസ്റ്റൻസ് C1 ഉം C2 നമുക്ക് എഴുതാം. C1 ഉം C2 ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് ഡയറക്റ്റ് ഫോർമുല ഉപയോഗിച്ചു. ഓക്കെ, ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദി കോർഡിനേറ്റ് ഓഫ് ദി ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് ടു ദി ലൈൻ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാനിവിടെ ഒരു ലൈൻ വരക്കുന്നു. ഇതാണ് നമ്മുടെ ലൈൻ എന്ന് വിചാരിച്ചോളൂ. ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് -1 3 ആണ് പോയിൻ്റ്. എന്നാൽ ഇതാണ് പെർപെൻഡിക്കുലർ, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു. ഈ പെർപെൻഡിക്കുലർ ചെന്ന് മുട്ടുന്ന ഈ പോയിൻറ്റിന് പറയുന്ന പേരാണ്, ഇത് P ആണെങ്കിൽ Pക്ക് പറയുന്ന പേരാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ 3x - 4y - 16 = 0 എന്ന ലൈനും AP-യിലൂടെ പോകുന്ന ലൈനും സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് AP-യുടെ ഇക്വേഷനാണ് ആദ്യം ആവശ്യമുള്ളത്. AP-യുടെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ലോപ്പ് എഴുതുന്നു. അപ്പം ആദ്യം ഈ എല്ലിൻ്റെ സ്ലോപ്പാണ് എഴുതുന്നത്. സ്ലോപ്പ് ഓഫ് L എന്ന് പറഞ്ഞാൽ -A/B എന്ന് പറയുമ്പോൾ 3/4 ആണ്. അതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ലൈൻ ത്രൂ A, അതായത് AP ആണ് ഞാൻ എഴുതുന്നത്. അതിന് M എന്ന് പേര് കൊടുക്കുക. M എന്ന് പറഞ്ഞാൽ -4/3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻ കിട്ടാൻ പോയിൻ്റ് റെഡിയാണ്. പോയിൻ്റ് ഇവിടെ ഉണ്ട്, -1 3. സ്ലോപ്പ് ഇവിടെ റെഡിയാണ്. സ്ലോപ്പ് M എന്ന് പറഞ്ഞാൽ -4/3 ആണ്. അതുകൊണ്ട് ഇക്വേഷൻ എഴുതാൻ പോവാം കേട്ടോ. ഇക്വേഷൻ ഓഫ് AP ആണ്. ഇക്വേഷൻ ഓഫ് AP, ലൈൻ ത്രൂ AP ആണ് എഴുതുന്നത്. y - y1 y - 3 = m × x - x1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3y - 9 = -4x - 4 എന്നാണ് ലഭിക്കുക. ഒരേ സൈഡിലേക്ക് മാറ്റിയാൽ 4x + 3y -5 = 0 -9 + 4 ആണ് കേട്ടോ. ഇനി നമ്മൾ ഈ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണം. ഏതൊക്കെയാണ് സോൾവ് ചെയ്യേണ്ടത്? ഈ ലൈനും ഈ ലൈനും സോൾവ് ചെയ്യണം. അപ്പോൾ സോൾവിങ് നമുക്ക് ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ സോൾവിങ് ഏതൊക്കെ സോൾവ് ചെയ്യണം? 3x - 4y - 16 = 0യും 4x + 3y - 5 = 0യും. അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ്. അതായത് x ഡിവൈഡഡ് ബൈ -y ഡിവൈഡ് ബൈ =1 ഡിവൈഡ് ബൈ എന്നുള്ളൊരു ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എക്സ് ഡിവൈഡ് ബൈ എന്ന് എഴുതുമ്പോൾ എക്സിൻ്റെ ഈ കോളം അങ്ങ് ഒഴിവാക്കിയിട്ട് ബാക്കി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതാ -4 × -5 എന്ന് പറഞ്ഞാൽ 20 ഈ മൈനസ് ഫോർമുലയിലുള്ള മൈനസാണ്. അതായത് ഇങ്ങനെ -4 × -5 മൈനസ് അതർ എലമെൻറ്റ്സ്, ഈ രണ്ടെണ്ണം ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈയും -other2 എന്നാണ്. 3 × -16 -48 ആണ്. -48 എന്ന് ഇങ്ങനെ എഴുതുന്നു. ഓക്കെ, അടുത്തത് -y ബൈ വൈയുടെ കോളം ഒഴിവാക്കുക. വൈ അടങ്ങുന്ന കോളം ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള രണ്ടെണ്ണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാ ക്രോസ് മൈനസ് ക്രോസ് 3 × -5 -15 മൈനസ് ഇനി 4 × -16 എന്ന് പറഞ്ഞാൽ +64. ഓക്കെ, അടുത്ത 1/1 എഴുതുമ്പോൾ ഈ നമ്പറുള്ള കോളം ഒഴിവാക്കിയിട്ട് ബാക്കി 3 × 3 9 മൈനസ് 4 × -4 -16. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ നമ്മളിതിനെ ഷോർട്ടാക്കി എഴുതിയാൽ x ഡിവൈഡ് ബൈ 68 y ഡിവൈഡ് ബൈ ഇവിടെ നെഗറ്റീവ് ഉണ്ട്. 64 - 15 എന്ന് പറയുമ്പോൾ 49 അല്ലേ.
49 ഉണ്ടാവുക, നെഗറ്റീവ് ഉണ്ടാവും. കാരണം ഇവിടെ 64 - 15 49 പക്ഷേ ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ. ഈസ് ഈക്വൽ ടു 1/25 ആണ്. ഈ ഫസ്റ്റും ലാസ്റ്റും സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റും ലാസ്റ്റും സെലക്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതാ x/68 is equal to 1/25 gives x is equal to 68 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 68/25. അപ്പോൾ ഒരാൾ തീരുമാനമായി. ഓക്കെ, എക്സിൻ്റെ വാല്യൂ തീരുമാനമായി. ഇനി നമ്മൾ രണ്ടാമത്തും ഈ സെക്കൻഡും ലാസ്റ്റ് എടുക്കുന്നു. y/-49 is equal to 1/25. അതുകൊണ്ട് y എന്തായിരിക്കും? y is equal to -49/25. അതുകൊണ്ട് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്താണ് ആൻസർ? therefore ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഈസ് വാട്ട്? 68/25 -49/25. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ. ലാസ്റ്റ് ആൻസർ ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്താൽ ലാസ്റ്റ് ആൻസർ therefore ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഈസ് 68/25, -49/25. ഓക്കെ, ഒന്നുമില്ല, ഇതിൻ്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ലൈനിൻ്റെ പെർപെൻഡിക്കുലറായ ലൈനിൻ്റെ ഇക്വേഷൻ കാണുന്നു. ഈ രണ്ട് ലൈൻസും നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു മെത്തേഡിൽ നമ്മളിത് സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഈ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. ഞാനിവിടെ സോൾവ് ചെയ്തിരിക്കുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിലാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഒരേ സമയം രണ്ട് ആൻസറും ലഭിക്കുമെന്നുള്ളതാണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം x/y എഴുതുമ്പോൾ എക്സിൻ്റെ കോളം ഒഴിവാക്കിയിട്ട് അതർ ടു ഇങ്ങനെ ഡയഗണലായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, മൈനസ് ദി അതർ ഡയഗണൽ. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് റൈറ്റ് ബൈസെക്ടർ എന്നാണ് ചോദ്യം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ലൈൻ ഇവിടെ വരക്കുന്നു, ലൈൻ സെഗ്മെൻറ്റ് വരക്കുന്നു. ഇയാൾ 3, 4 ആണ്. 3, 4. ഇയാൾ -1, 2 ആണ്. ചോദ്യം കാണുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ചോദ്യം ഞാൻ ജസ്റ്റ് താഴത്തേക്ക് ഇറക്കാം. ഇതാ ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് റൈറ്റ് ബൈസെക്ടർ ഓഫ് ദി ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എന്നാണ്. അപ്പോൾ 2 പോയിൻ്റ് വരച്ചു. റൈറ്റ് ബൈസെക്ടർ എന്ന് പറയുമ്പോൾ മിഡ് പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന 90 ഡിഗ്രിയിൽ പെർപെൻഡിക്കുലർ ആവുന്ന ഈ ലൈനിന് പറയുന്ന പേരാണ് റൈറ്റ് ബൈസെക്ടർ. അപ്പോൾ നമുക്ക് ബൈസെക്ടറിൻ്റെ ഇക്വേഷൻ എഴുതണം. മിഡ് പോയിൻ്റ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. മിഡ് പോയിൻ്റ് എങ്ങനെ കിട്ടും? മിഡ് പോയിൻ്റ് കാണാൻ 3 + -1/2. 3 - 1 എന്ന് പറഞ്ഞാൽ 2/2 1 കിട്ടും. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് 1 ആണ്. 4 + 2 6 ആണ്. 6/2 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ 1, 3 ആണ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ പോയിൻ്റായിട്ട് സെലക്ട് ചെയ്യുന്നത് 1, 3 ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്ലോപ്പ് വേണം. ആരുടെ സ്ലോപ്പ്? ബൈസെക്ടറിൻ്റെ സ്ലോപ്പ്. ബൈസെക്ടറിന് ഞാൻ എൽ എന്ന് പേര് കൊടുക്കുക കേട്ടോ. എല്ലിൻ്റെ സ്ലോപ്പ് വേണം. എല്ലിൻ്റെ സ്ലോപ്പ് കിട്ടാൻ നമ്മൾ ഗിവൺ ലൈൻ്റെ സ്ലോപ്പ് കാണുന്നു. അതായത് ഈ 3, 4 - 1, 2. അപ്പോൾ ലൈൻ്റെ സ്ലോപ്പ് ഓഫ് ഗിവൺ ലൈൻ എന്തായിരിക്കും? y2 - y1 എന്ന് പറഞ്ഞാൽ 2 - 4 /-1 - 3 -1 - 3. That is equal to what? That is equal to -2 /-4. That is 1/2 ആണ് സ്ലോപ്പ്. ഓക്കെ, അതുകൊണ്ട് ബൈസെക്ടറിൻ്റെ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഓഫ് ബൈസെക്ടർ അതിന് നമുക്ക് m എന്ന് കൊടുക്കാം കേട്ടോ. m is equal to ഇതിൻ്റെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കുന്നു, അതാണ് -2. അപ്പോൾ നമുക്ക് പോയിൻ്റ് സെറ്റായി, സ്ലോപ്പ് സെറ്റായി. therefore ഇക്വേഷൻ ഓഫ് ബൈസെക്ടറിനെ എഴുതാൻ കൊടുത്തത് കേട്ടോ. y - y1 y1 is equal to m into x - x1. that is y - 3 is equal to -2x + 2. that is 2x plus y minus 5 is equal to 0. Okay. Slope 2 - 4 by -1 - 3 -2 /-4 1/2 ആണ്. അപ്പോൾ സ്ലോപ്പ് ഓഫ് ബൈസെക്ടർ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കണം കേട്ടോ. ഇത് നോക്ക്, ഹാഫ് ഇയാളുടെ സ്ലോപ്പാണ്. അപ്പോൾ 90 ഡിഗ്രി ആണല്ലോ ബൈസെക്ടർ എന്ന് പറയുമ്പോൾ. റൈറ്റ് ബൈസെക്ടർ എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി ആയതുകൊണ്ട് ഇയാളുടെ നെഗറ്റീവ് റെസിപ്രോക്കൽ എടുക്കണം. കാരണം പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അങ്ങനെയാണത് സെലക്ട് ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ്. നമുക്ക് നോക്കാം. ആംഗിൾ ബിറ്റ്വീൻ ദി ലൈൻസ് ആണ് ഒന്നാമത്തെ ചോദ്യം. √3x + y = 1 x + √3y = 1. അപ്പോൾ ആദ്യത്തെ ലൈൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് m1 എന്ന് പേര് കൊടുക്കുക. m1 = -a/b. -a/b എന്ന് പറയുമ്പോൾ -√3.
ഓക്കെ, രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് അഗെയിൻ നെഗറ്റീവ് എ ബൈ ബി -1/√3 -1/√3. നൗ ആംഗിളാണ് ചോദ്യം. ആംഗിൾ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. ടാൻ തീറ്റ m1 - m2 മോഡുലസ് ഡിവൈഡ് ബൈ 1 + m1 m2 എന്നാണ് പഠിച്ചത്. ദാറ്റ് ഈസ് ഇക്വൽ ടു -√3 മൈനസ്, അപ്പോൾ m1 മൈനസ്, ഇനി m2 എഴുതണം. m2 നെഗറ്റീവ് വീണ്ടും വരുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 1 + m1 × m2. രണ്ടും നെഗറ്റീവ് ഉള്ളത് കൊണ്ട് ഞാൻ രണ്ട് നെഗറ്റീവും എഴുതുന്നില്ല, കാരണം രണ്ട് നെഗറ്റീവ് പോസിറ്റീവാണല്ലോ. അതുകൊണ്ട് m1 × m2 എപ്പോഴും പോസിറ്റീവാണ്. m1 നെഗറ്റീവ്, m2 നെഗറ്റീവ്. m1 m2 നെഗറ്റീവ് ആയതുകൊണ്ട് m1 m2 പോസിറ്റീവ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഞാനത് എഴുതുന്നില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √3 × √3 നമുക്കറിയാം 3 ആണ്, പക്ഷേ ഒരു മൈനസ് ഉണ്ട്. -3 + 1 ഡിവൈഡഡ് ബൈ √3 ഉണ്ടാവും. പിന്നെ എക്സ്ട്രാ ഹോൾ ഡിവൈഡ് ബൈ, ഇവിടെ 1 + 1, ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 1 + 1 2 അല്ലേ, ഹോൾ ഡിവൈഡ് ബൈ 2 എന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് tan theta is equal to -3 + 1 എന്ന് പറയുമ്പോൾ 2 ആണല്ലോ. -2ൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 2 ഡിവൈഡ് ബൈ 2√3 എന്നുണ്ടാവും. ഈ 2 മേലോട്ട് ജമ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടി? tan theta is equal to 1/√3 എന്ന് കിട്ടും. അപ്പോൾ തീറ്റ എന്തായിരിക്കും? tan theta 1/√3 ആണെങ്കിൽ π/6 അല്ലേ വരിക? π/6. ഓക്കെ, അല്ലെങ്കിൽ 30 ഡിഗ്രി എന്ന് എഴുതാം കേട്ടോ, 30 ഡിഗ്രി. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. രണ്ടാമത്തത് ഫൈൻഡ് ഇക്വേഷൻ ഓഫ് ലൈൻ പാസിംഗ് ത്രൂ ദി പോയിൻറ്റ് 2, 2 കട്ടിംഗ് ഓഫ് ഇൻ്റർസെപ്റ്റ്സ് ഓൺ ആക്സിസ് ഹൂസ് സം ഈസ് 9. സാധാരണ നമ്മൾ ഇൻ്റർസെപ്റ്റ്സ് എങ്ങനെ സെലക്ട് ചെയ്യുക? സാധാരണ ഇൻ്റർസെപ്റ്റ് സെലക്ട് ചെയ്യുക A, B എന്നാണ് എടുക്കുക. ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 9 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സം ഓഫ് ഇൻ്റർസെപ്റ്റ്സ് 9. അപ്പോൾ A + B = 9, അല്ലെങ്കിൽ B = 9 - A എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇൻ്റർസെപ്റ്റ് ഫോം ഓഫ് ലൈൻ എന്താ? ഇക്വേഷൻ എന്താ പറയൂ? ഇക്വേഷൻ ഓഫ് ലൈൻ ഈസ് വാട്ട്? x/a + y/b = 1 ആണ്. പക്ഷേ b എന്ന് പറഞ്ഞാൽ ആരാ? 9 - a ആണ്, = 1. അപ്പോൾ x/a + y/b = 1, b = 9 - a. ഇത്രയേ ഉള്ളൂ. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റെഡിയാക്കാം കേട്ടോ. എങ്ങനെ റെഡിയാക്കാം? ബിഫോർ ദാറ്റ് 2 ഈസ് എ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 ഈസ് എ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സിന് പകരം 2 എന്നും വൈക്ക് പകരം 2 കൊടുക്കുക. അപ്പോൾ എങ്ങനെ കൊടുത്തു നോക്കാം നമുക്ക്? എക്സിന് പകരം 2 ഈസ് എ പോയിൻ്റ് ഗീവ്സ് 2/a + 2/9 - a = 1. a കിട്ടാനുള്ള ക്ലൂ ആണ് കേട്ടോ ഇത്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 18 - 2a പ്ലസ് ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2a ഡിവൈഡഡ് ബൈ 9 × a × 9 - a എന്ന് പറഞ്ഞാൽ 9a - a² = 1. ഇതിനെങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 18 = ഈ -2a + 2a ക്യാൻസൽ ആവും കേട്ടോ. 18 = 9a - a². ഇതിനൊരു ക്വാഡ്രാറ്റിക് ആക്കി എഴുതിയാൽ a² ഇങ്ങോട്ട് എടുത്തു, മൈനസ് a² ഇങ്ങോട്ട് വരുമ്പോൾ a² ആയി, -9a + 18 = 0 എന്നുള്ള ക്വാഡ്രാറ്റിക് ആയി. ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുണിച്ചാൽ നമുക്ക് 18 വരണം. ഞാൻ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് മാറ്റി എഴുതാം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ തൽക്കാലം ഞാൻ ഡിലീറ്റ് ആക്കുന്നു, എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് a² - 9a + 18 = 0 എന്നാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഗുണിച്ചാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 18 വരണം, കൂട്ടിയാൽ 9 കിട്ടണം. അപ്പോൾ 6 × 3 അല്ലേ, 6 + 3 9 ആണ്, 6 × 3 18 ആണ്. അപ്പോൾ രണ്ടിന് നെഗറ്റീവ് കൊടുത്താൽ -6 -3 -9. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. a - 6 × a - 3 = 0. വെരി സിമ്പിളാണ് കണ്ടോ. മൾട്ടിപ്ലൈ ചെയ്താൽ +18, ആഡ് ചെയ്താൽ -9. Therefore a = 6, a = 3. രണ്ട് ആൻസർ ഉണ്ട്. ഓക്കെ, തൽക്കാലം ഞാൻ a = 3 എടുക്കുക, 6 എടുക്കുക. a = 6 എടുത്താൽ രണ്ടാമത്തെ ഇൻ്റർസെപ്റ്റ് എന്തായിരിക്കും? രണ്ടാമത്തെ ഇൻ്റർസെപ്റ്റ് b അല്ലേ, b എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. 6 + 3 അല്ലേ 9. അല്ലെങ്കിൽ a 3 എടുത്താൽ രണ്ടാമത്തെ ഇൻ്റർസെപ്റ്റ് 6 ആയിരിക്കും. 3 + 6 9.
അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം? therefore ഇക്വേഷൻ ഈസ് വാട്ട്? എക്സ് ബൈ 6 പ്ലസ് വൈ ബൈ 3 ഈസ് ഈക്വൽ ടു 1 തൽക്കാലം എഴുതാം. ഇതാണ് ഒരു ആൻസർ. നമുക്ക് വേണമെങ്കിൽ രണ്ടാമത്തെ ആൻസർ എഴുതാം. എക്സ് ബൈ 3 പ്ലസ് വൈ ബൈ 6 ഈസ് ഈക്വൽ ടു 1 എഴുതിയ രണ്ടാമത്തെ ആൻസർ. രണ്ട് ആൻസർ എഴുതുന്നതാണ് ബെസ്റ്റ്. കഴിയുമെങ്കിൽ രണ്ടും എഴുതാം. ഇനി ഒരു ആൻസർ ആയാലും വലിയ കുഴപ്പമില്ല. എക്സ് ബൈ 6 പ്ലസ് ഫൈൻഡ് ഇക്വേഷൻ അല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഫൈൻഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ആൻസർ എഴുതിയാലും കുഴപ്പമില്ല. ഓക്കെ, ഈ ഇക്വേഷൻ്റെ പ്രത്യേകത, രണ്ട് ഇൻ്റർസെപ്റ്റ് നോക്കൂ, 6ഉം 3ഉം കൂട്ടിയാൽ 9. സം ഓഫ് ഇൻ്റർസെപ്റ്റ്സ് ഈസ് 9 എന്ന് വന്നു. പോരാത്തതിന് 2 ഈസ് എ പോയിൻറ്റ്. 2 എങ്ങനെ പോയിൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾ ഇതിൽ 2 എന്നും ഇതിൽ 3യും കൊടുത്തു നോക്കാം. നമുക്ക് ഈ ആൻസറിൽ 2 എന്ന് കൊടുത്താൽ ഇത് ബാലൻസ് ചെയ്യും. എക്സിന് 2 എന്നും വൈക്ക് 2ഉം കൊടുത്താൽ 2/6 പ്ലസ് 2/3 1 അല്ലേ? നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. 2/6 പ്ലസ് 2/3 ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. 2/6 പ്ലസ് 2/3 1 ആണോ നോക്കാം. 2/6 എന്ന് പറഞ്ഞാൽ 1/3 അല്ലേ? 1/3 പ്ലസ് 2/3 ഇത് 1 അല്ലേ? നോക്കൂ, 3/3 ഈസ് ഈക്വൽ ടു 1. അതുകൊണ്ട് ഈ ഇക്വേഷനിൽ ഇത് കറക്റ്റ് ബാലൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആൻസർ കിട്ടിയതിൻ്റെ ശേഷം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനും കൂടെ സാധിക്കും. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉദ്ദേശിച്ചത്. എല്ലാ ലെവലിലും ഉള്ള ക്വസ്റ്റ്യൻസ് വന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് സ്ട്രെയിറ്റ് ലൈനിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിവിടെ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.